സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് പകലിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവച്ചിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9 വാക്യങ്ങൾ. നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സഭാപ്രസംഗി പറയുന്നൊരു കാര്യമുണ്ട്. താൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, സകലത്തെയും കുറിച്ച് താൻ പഠിച്ചു, താനും തനിക്ക് ബോധിച്ചവണ്ണം നടന്നായിരുന്നു. ദൈവമായ കർത്താവ് അവന് പ്രത്യക്ഷമായതാ, ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് ലഭിച്ചതാ, ആലയത്തെക്കുറിച്ചുള്ള കാര്യം, പണിയുന്ന കാര്യം അവനോട് പറഞ്ഞതാ. അവൻ ആലയത്തിൽ ദൈവത്തിൻ്റെ ആരാധന തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അവൻ പണിത ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയതാണ്. എന്നാൽ സ്തോത്രം, അവനും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറാനിടയായി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിട്ടുമാറിയോന്ന് എങ്ങനെ അറിയുന്നത്? അവന് ഭാര്യമാരും ജപ്പാട്ടിയും എല്ലാം കൂടെ ചേർത്ത് 1000 പേരുണ്ടായിരുന്നു. 1000 പേര്. ഇവിടെ ഓരോരുത്തർ പറയും ഒരെണ്ണത്തിനെ പോറ്റാൻ വിഷമിക്കുക. അപ്പോൾ 1000 പേര് ഭാര്യമാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വല്ല സമാധാനവും സ്വസ്ഥതയും പുള്ളിക്ക് കിട്ടുമോ? വല്ല സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന്. അപ്പോൾ ഒരുത്തി പറഞ്ഞു, എൻ്റെ ഒരു ദേവൻ എനിക്കൊരു ഇതുണ്ടാക്കി തരണം. അപ്പോൾ അവളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവക്കൊരു ആലയം പണിത് കൊടുത്തു. എന്ന് വെച്ചാൽ അന്യദേവനെ ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം അവൻ ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് പറ്റിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ജ്ഞാനികളുടെ കൂട്ടത്തിൽ അവനെ എഴുതിയിട്ടുണ്ടെങ്കിലും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവനില്ല. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇല്ല. എല്ലാം കഴിഞ്ഞപ്പം തന്നോട് തന്നെ അവൻ സംസാരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. അത്ര ഒരു വാക്കേ ഉള്ളെങ്കിൽ നമുക്കെല്ലാം ഓക്കെയാ. യൗവനത്തിൽ എന്ത് ചെയ്യുക? സന്തോഷിക്കാൻ ഇപ്പോൾ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. എന്തോരം ക്ലബ്ബുകളുണ്ട്, രാത്രി ഡാൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഇപ്പം മദ്യമല്ല ആളുകൾ കഴിക്കുന്നത്. പണ്ട് കള്ളു കുടിക്കാനാണ് കുടിക്കൊണ്ടിരുന്നത്. ഇന്ന് അവരുടെ സന്തോഷം മയക്കുമരുന്ന് കഴിച്ചു എന്ത് ചെയ്യുക? സന്തോഷിക്കുക. മയക്കുമരുന്ന്. ഈയിടെ ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോഴാണ് ഇത് ഏതെല്ലാം വകുപ്പുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ പോയില്ല. കാരണം MDMO ഏതാണ്ടോ ATM എന്ന് വേണ്ട എന്തൊക്കെയാ പേരെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ആളുകൾ എന്ത് ചെയ്യുകയാണ്? സന്തോഷിക്കുക. അപ്പം അവരോട് പറയുകയാണ് സന്തോഷിച്ചോളാൻ. ഇന്ന് പണക്കാരുടെ ഇടയിൽ ഒരു പദ്ധതിയുണ്ട്. പണക്കാർ എല്ലാവരും കൂടെ ഭാര്യമാരും ഭർത്താക്കന്മാരുമായിട്ട് ഹോട്ടലുകളിൽ മുറിയെടുത്ത് അവരുടെ ക്ലബ്ബ് നടത്തി അവിടെ പോയി അടിച്ചു പൊളിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും എന്തോരം സന്തോഷിക്കാമോ അവരങ്ങ് സന്തോഷിക്കുക. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷിക്കുക. അതിനകത്തും ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ ഡാൻസ് കളിച്ച്, പരപുരുഷന്മാരും പരസ്ത്രീകളും എല്ലാം കൂടെ ഡാൻസ് കളിച്ച് അങ്ങ് സന്തോഷിക്കുക. ഇപ്പം ശലോമോൻ പറയുകയാണ്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം എന്ത് ചെയ്യട്ടെ? ആനന്ദിക്കട്ടെ. എല്ലാം ആനന്ദിക്കാവുന്നിടത്തോളം ആനന്ദിക്കുക. ഇപ്പം ആളുകൾ ആനന്ദിക്കാവുന്നിടത്തോളം ആനന്ദിക്കാൻ വേണ്ടി അനേക കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും ഈ സഭായോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയത്തില്ല. ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മോഡേൺ ആളുകൾ ക്ലബ്ബുകളിൽ പോകുന്നതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല, അവരവരുടെ ഇഷ്ടമാണ്.
പക്ഷേ ദൈവമക്കളായ ആളുകളുടെ സന്തോഷം ആരാധനയിൽ വരികയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സ്തോത്രം നമുക്ക് സന്തോഷം. ഹല്ലേലൂയ. നമ്മുടെ ചില പാട്ടുകൾ നമ്മുടെ ടി വിയിൽ ഇടാറുണ്ട്, യൗവനക്കാരുടെ എന്ത് സന്തോഷമാണെന്നറിയാമോ? എല്ലാവരും കൂടെ പാടി ദൈവത്തെ എന്ത് ചെയ്യുക? സ്തുതിക്കുക. ഇന്ന് ഞാൻ കുറച്ച് നേരം പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അതുപോലെ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരാധന നിൽക്കരുതെന്ന് തോന്നും. കാരണം എല്ലാവരും എന്ത് ചെയ്യുക? പാടി ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ച് സ്തോത്രം ഹല്ലേലൂയ, അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുക. നമ്മുടെ ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം നമുക്കൊരു സന്തോഷം ഉണ്ടാകാനാണ്. നമ്മൾ ആരാധനയിൽ ഒന്ന് ഏകാകാൻ, അല്ല ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവുകൊണ്ടല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി അതിന് വചനത്തെളിവുണ്ട്. സ്തോത്രം. നല്ല രീതിയിൽ എന്ത് ചെയ്യണം? വാദ്യഘോഷങ്ങളെ എന്ത് ചെയ്യണം? വായിപ്പാൻ പറയുക. അതിനെല്ലാം നമ്മളെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ ഉപകരണങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. ആ വായിക്കുന്ന ഇടയിൽ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ശൗലിൻ്റെ മേൽ വന്ന ദുരാത്മാവ് ഇറങ്ങിയത് ദാവീദ് എന്തോ ചെയ്തിട്ടാ? പാടിയിട്ടല്ല. അവൻ കിന്നരം വായിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൻ കിന്നരം വായിച്ചപ്പോൾ തന്നെ അവൻ്റെ ഭൂതം വിട്ടു പോകാനിടയായി, ദുരാത്മാവ് പോകാനിടയായി. ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആത്മാവിൻ്റെ നിറവിൽ വേണം അത് വായിക്കാൻ. ആത്മീയമായ ഒരു രീതി ഉണ്ടാകണം. ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളത്തിൽ കൂടെ വരണം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ഈ ഉപകരണങ്ങളെല്ലാം ദൈവത്തിന് വിളങ്ങേണ്ടതിനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പരസ്യത്തിനകത്ത് നമ്മുടെ സഹോദരന്മാരെല്ലാവരും കൂടെ പോയായിരുന്നു. അവിടെ ഡ്രം അടിച്ച് അവർ പാട്ട് പാടി. എനിക്ക് ആ ഡ്രം അടി കണ്ടു കഴിഞ്ഞപ്പം ഈ ഉപകരണത്തെക്കാളിലൊക്കെ അതാ നന്നായെന്ന് തോന്നി. എന്ത് രസമാണ്! സൈഡ് ഡ്രമ്മും അടിച്ച് ആ ഡ്രമ്മും അടിക്ക് കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം. സ്തോത്രം ഹല്ലേലൂയ. അപ്പം നമ്മുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ, വേഗം വായിച്ച്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ നിന്നെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് എന്ത് ചെയ്യണം? അറിയണം. ഏത് രീതി നടക്കുന്നോ അതിനെയെല്ലാം ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. എങ്ങനെ നടന്നാലും നമുക്ക് ആരെയും കളിപ്പിക്കാം. പക്ഷേ കളിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ പത്രത്തിലും വാർത്തയിലും ഒക്കെ കാണുമ്പോൾ ചില ചെറുപ്പക്കാർ വണ്ടി ഇടിച്ച് മരിക്കുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്, പെണ്ണും ചെറുക്കനും ഒക്കെ. അപ്പം അവിടെ അടിയിൽ എഴുതിയേക്കുക അവളുടെ സുഹൃത്തായിരുന്നു, അവൻ്റെ സുഹൃത്തായിരുന്നു. ഈ സുഹൃത്തുക്കൾ രാത്രി 2 മണിക്ക് മൂന്നാറിൽ നിന്ന് പാതിരാത്രിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്നാ? സുഹൃത്തിയും കൂടി രാത്രി 3 മണിക്ക് മൂന്നാറിൽ നിന്ന് വരേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ വേറൊരിടത്തുനിന്ന് വരേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ശ്രദ്ധിക്കണേ. ചിലതിടെ അവരുടെ പാപത്തിൽ തന്നെ ദൈവം പിടിക്കും. ഇവർ സുഹൃത്തല്ല എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അവസാനം വണ്ടിക്കടിയിൽ പോയി മനസ്സിലായപ്പോഴാണ് ഇത് സുഹൃത്താന്ന് മനസ്സിലായത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവം ഇവയൊക്കെ ഈ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. എല്ലാത്തിനെയും ദൈവം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പോലും ഒരു തെറ്റുണ്ടായാൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ദൈവം പൊറുക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. താഴോട്ട് വായിച്ചേ, വേഗം വായിച്ചേ. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് മാറ്റണം വ്യസനം. ഹൃദയത്തിൽ നിന്നുള്ള ആ ചിന്തകൾ മാറ്റണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ ചിന്ത മാറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം ഭയങ്കര നിരാശയായിപ്പോയി. അർജൻറ്റീനയുടെ മെസ്സി ഇവിടെ കേരളത്തിലോട്ട് വരുമെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ മഷിക അല്ല മെസ്സി വരുമെന്ന് ഓർത്തെല്ലാം ഇരുന്ന. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല, അയാൾ വേറൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര നിരാശയിലിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്തോ നിരാശ. സ്തോത്രം ഹല്ലേലൂയ.
അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ലേലും എന്നാ കുഴപ്പം? നമ്മുടെ ആരും ഒരു കലാകാരന്മാരെയും ഒരു ഹീറോകളെയും ആരാധിക്കുന്നവരായി ദൈവമക്കൾ മാറരുത്. ഞാൻ പരമാർത്ഥമായ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആളുകൾ വേറെ ആർക്കെങ്കിലും കീഴെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, എൻ്റെ കർത്താവിനും ഇഷ്ടമല്ല എന്നുള്ള എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്, നമ്മുടെ സഹോദരന്മാർ തന്നെ പരസ്യത്തിന് പോകുന്നവരൊരു ടീഷർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കണമെന്നും കർത്താവിനെ സ്തുതിക്കണമെന്നുമുള്ള ആ ടീഷർട്ടിൽ എഴുതി. എനിക്ക് ഒരു ടീഷർട്ട് സ്വോത്രകാഴ്ചയായിട്ട് തന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിലേ പോയാലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം ന്യായവിസ്താരത്തിലേക്ക് വരും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി എന്ത് ചെയ്യണം? നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ മാറ്റിക്കളയുക. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. നമ്മുടെ ദേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ളതാണ്. നമ്മുടെ ദേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ളതാണ്. വളരെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ളിടത്ത് തിന്മയുണ്ടാകാനിടയാകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇതിനകത്ത് വേണ്ടി വേറെ ഒന്നും കയറ്റരുത് കേട്ടോ. മദ്യമോ മയക്കുമരുന്നോ അതുപോലെ പോലെയോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റരുത്. ദേഹത്തിൽ നിന്ന് ഇതെന്താ ചെയ്യാനാണ് പറഞ്ഞത്? ഹല്ലേലൂയ. ചില ആളുകൾ കൊണ്ട് മൂക്കിപ്പൊടി പോലും, നമ്മുടെ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ചിലർക്ക് മൂക്കിപ്പൊടി വലിക്കണം, അതും പുകയിലാണ്. ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ആകയാൽ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ഹല്ലേലൂയ. ബാല്യവും യൗവനവും മായയത്രേ. ഞാൻ ഇന്നലെ ഈ മരിച്ച വീട്ടിൽ വൈകുന്നേരം ഒന്ന് പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന് അവരെ നോക്കിയപ്പം എൻ്റെ പ്രായം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത്രയും പ്രായമായല്ലോ എന്ന്. അപ്പം ഞാൻ കൊച്ചു പയ്യനായിരിക്കുമ്പോൾ 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഇതിലൂടെ, ഈ പറമ്പൊക്കെ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ആയിരുന്നു. ഈ ഒത്തിരി പറമ്പ് വിദേശത്തുണ്ടായിരുന്നു. ഇവിടെ ഒക്കെ വരുമായിരുന്നു. ഞാൻ വരുന്ന അവർ കണ്ടുകൊണ്ടിരുന്ന. അപ്പം അവർ പറയുക, ഇപ്പം വൃദ്ധനായി. ഇന്ന് പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു, 63 വയസ്സുള്ളവനെ വൃദ്ധനെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്നെ അതിൽ കൂടുതൽ വല്യപ്പനെന്ന് എഴുതണമെന്ന് തോന്നുന്നു. കാരണം ബാല്യവും യൗവനവും എന്താണ്? എന്ത് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്ലേറ്റുമായിട്ട് പള്ളിക്കൂടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ സ്ലേറ്റും ഒക്കെ ആയിട്ട് പള്ളിക്കൂടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ വൃദ്ധന്മാരുടെ ഗണത്തിലേക്ക് വന്നേക്കുക. സ്തോത്രം. ഇത് അതിവേഗം തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയത് ബ്ലെസ്സിയുടെ എൻ്റെ രണ്ടാമത്തെ മോടെ പ്രായം ഉള്ള സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനു മുമ്പാണ് വന്നത്. സ്തോത്രം. എത്ര പെട്ടെന്ന് അങ്ങ് മാറി. തിരുവചനം പറയുന്നു, ബാല്യവും യൗവനവും എത്രയാണ്? മായയാണ്. അടുത്ത വാക്യം കൂടെ വേഗം ഒന്ന് വായിച്ചേച്ച്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തത് പറയാണ്, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ എന്ത് ചെയ്യണം? ഓർക്കണം. നമ്മെ നടത്തുന്നവനെ ഓർക്കണം. നമുക്ക് ആഹാരം തരുന്നവനെ ഓർക്കണം. നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തരുന്നവനെ ഓർക്കണം. നമ്മൾ വീഴാതെ വണ്ണം നമ്മളെ കാക്കുന്നവനെ ഓർക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നവനെ ഓർക്കണം. ഹല്ലേലൂയ. മറ്റാരെയല്ലേ ഓർക്കേണ്ടത്? ഓരോ ദിവസവും നമ്മെ നടത്തുന്നവനെ ഒന്ന് ഓർക്കണമെന്ന്. ഹല്ലേലൂയ. എന്ത് ചിന്തയുണ്ടെങ്കിലും നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ട് ഒരു ചിന്ത വരണം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. മിനിഞ്ഞാന്ന് എനിക്ക് വൈകിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്ത വന്നു, കുറേ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇല്ല, ഞാനില്ലാത്ത ഒരനുഭവം. അപ്പോഴത്തേക്ക് അബ്രഹാമിനുണ്ടായതുപോലെ ഒരു ചെറിയ ഭീതി പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ ചിന്ത അങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്നാന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമ്മളിവിടെ ഇല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു വല്യപ്പച്ചൻ പറയുമായിരുന്നു, ഞാൻ മരിക്കുമ്പം എന്നെ കൊണ്ടുവന്ന് അവിടെ മോർച്ചറി വെക്കരുത്, എനിക്ക് തണുത്തിരിക്കാൻ മേലെന്ന്. അപ്പം ഇരിക്കുമ്പോൾ തന്നെ അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. നമ്മളിവിടെ ഇല്ലാത്തൊരവസ്ഥ. ഇനി എത്ര കാലം കൂടെ ഉണ്ട്?
നമ്മുടെ മേൽക്കോയ്മയെല്ലാം മാറും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം സൃഷ്ടാവിനെ ഒന്ന് അറിയണം. അവനാ നടത്തുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം നമ്മെ അവൻ്റെ നിത്യകൂടാരത്തിലേക്ക് നമ്മളെ ചേർക്കുമെന്നറിയാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും സന്തോഷവും വിശ്വാസവും അതാ. വേഗം വായിച്ചേ. സ്തോത്രം. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. കാലം സമീപിക്കും. ഇഷ്ടമില്ല എന്ന് പറയുന്ന കാലം. നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകളെ നമ്മൾ കുറ്റം പറയും. പക്ഷെ അവരുടെ കുഴപ്പമല്ല, അവർക്ക് ഒന്നിനും ഇഷ്ടമില്ല, ഒന്നിനും താല്പര്യമില്ല. നമ്മൾ പറയുന്നവരനുസരിക്കത്തില്ല. സ്തോത്രം. ഓരോ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം അവരൊന്നും അംഗീകരിക്കത്തില്ല. എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പോകാതിരിക്കാൻ പറ്റുമോ? ഇഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കുമെന്ന് ഞാൻ പല പുസ്തകത്തിൽ വായിച്ചു നോക്കി. നമ്മുടെ കാലൊക്കെ വിറയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞേ. ഒരു മനുഷ്യനോട് പറയാ വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും എന്ന് വെച്ചാൽ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ബലവാന്മാർ കുനിയും. അടുത്തത് അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. സ്തോത്രം. ഇപ്പൊ നമ്മുടെയൊക്കെ പല്ല് പലതും പോയതാ, പക്ഷെ ദന്താശുപത്രി കൊണ്ടുപോയി നമ്മളൊക്കെ ഫിറ്റ് ചെയ്തേക്കുവാ. ഇവിടെ പറയുക അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ എന്ത് ചെയ്യും? അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കണ്ണാടി വെച്ചേക്കുന്ന എല്ലാവരും. സ്തോത്രം. കിളിവാതിൽ കൂടെ നോക്കുന്നവരൊക്കെ അന്ധന്മാരാകും. വചനത്തിന്റെ നിവൃത്തിയാ കേട്ടോ. നമ്മുടെ കാഴ്ച കുറഞ്ഞത് ഈ വചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാഴ്ച കുറഞ്ഞപ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതകുകൾ അടയും. തെരുവുകളിലെ കഥ കേൾക്കുകയിലൊന്നും. ഇന്നലെ എന്നോടൊരാൾ ചോദിച്ചു ശരിക്ക് കേൾക്കാവോ എന്ന്. ഞാൻ പറഞ്ഞു കേൾക്കാമെന്ന് പറഞ്ഞു. കേൾവിക്ക് ഇതുവരെയും കുറവ് എന്ത് ചെയ്തിട്ടില്ല. ഇന്നലെ എന്നോട് ചോദിച്ചാൽ ശരിക്ക് കേൾക്കാവോ എന്ന്. എന്നുവെച്ചാൽ വൃദ്ധനായെന്ന് പറഞ്ഞ്. അപ്പം തെരുവിലെ കഥകൾ എന്ത് ചെയ്യും? അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. വെളുപ്പംകാലത്തുണരും. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. ഞാനത് വായിച്ചു പഠിച്ച ഈ കൊരവള്ളിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ശരിയാകുകയല്ലെന്ന്. നല്ല പാട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാസ്റ്റർമാമയെ മാറ്റണമെന്ന് പലരും പറയുന്നത് പാട്ടിൽ നിന്ന്. കാരണം ഈ വരവള്ളിയൊക്കെ എന്ത് ചെയ്തു? പാട്ടുകാരത്തികളൊക്കെ എന്ത് ചെയ്യും? തളരുകയും ചെയ്യും. പിന്നെ അന്ന് അവർ കയറ്റത്തെ പേടിക്കും. എനിക്ക് പേടിയുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു സൂത്രം ചെയ്യുന്ന കാലം കൂടെ കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാൽ വെയിൽ കൊള്ളാതിരിക്കാനും മഴയാന്ന് പറയാം. സത്യത്തിൽ ഉദ്ദേശം കുത്തിപ്പിടിക്കാനാണ്. കാരണം കയറ്റ സെമിത്തേരിയിലോട്ട് പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ചവടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. കയറ്റത്തെ എന്ത് ചെയ്യും? പേടിക്കും. കയറ്റത്തെ പേടിക്കും. സ്തോത്രം. ഇന്ന് പലർക്കും കയറ്റത്തെ പേടിയല്ലേ. പുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുക. കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. പണ്ട് നല്ല ധൈര്യമുള്ള ആളുകൾക്ക് ഇപ്പൊ ധൈര്യം കുറഞ്ഞു, ഭീതിയുള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും. എന്നുവെച്ചാൽ തലയെല്ലാം നരയ്ക്കുമെന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡൈ ചെയ്യുന്നത്, നരപ്പിക്കാതിരിക്കാൻ വേണ്ടി. ബദാം വൃക്ഷം പൂക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക്. രോചനക്കുരു എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞത് മരുന്നെന്ന് വേണേ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിനൊന്നും ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സമയം. എന്ത് കൊടുത്താലും ടേസ്റ്റ് ഇല്ല. ഹല്ലേലൂയ. എന്ത് ടേസ്റ്റ് ഇല്ല. രോചനക്കുരു ഫലിക്കാതെ വരും. വേഗം വായിച്ചു. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഹല്ലേലൂയ. നമ്മുടെ സമയം തീരുന്നുണ്ട്, അവസാനിപ്പിക്കുക. ശാശ്വത ഭവനം. ഇതല്ലാട്ടോ ഭവനം. ഇവിടെയൊക്കെ നമ്മൾ താൽക്കാലികരാ, ഇവിടെ നമ്മൾ ക്ഷണികരാ. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനം. നമുക്കെല്ലാവർക്കും ഒരു ശാശ്വത ഭവനമുണ്ട്. ഹല്ലേലൂയ. ആ ഭവനത്തിന് വേണ്ടി യാക്കോബ് ചോദിക്കുന്ന പോലെ ഞാൻ ഇപ്പോൾ എൻ്റെ ഭവനത്തിന് വേണ്ടി കരുതും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പ്രിയമുള്ളവരെ, അതിനായി നമുക്കൊരുങ്ങാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായിട്ട് ഞങ്ങൾക്ക് നിൻ്റെ പാദപീഠത്തിലേക്ക്